അപ്പോൾ നമസ്കാരം, നമ്മൾ എന്നുള്ളത് നമ്മുടെ സ്വന്തം തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലാണ്. അപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൂ തുറന്നു കഴിഞ്ഞാൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്ത് കാണാൻ ഒരുപാട് സ്ഥലങ്ങളില്ലേ. അതിൽ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ ഫസ്റ്റ് അടുത്ത് കിടക്കുന്നത് നമ്മുടെ കേരള പഴനിയാണ്, അതുപോലെ തന്നെ പീച്ചി ഡാം, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിമ്മിനി ഡാം. തൃശ്ശൂരിൽ നിന്ന് ചിമ്മിനി ഡാമിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും എളുപ്പവഴി ഇതാണ് തോന്നുന്നുണ്ട്. ഏകദേശം 16 കിലോമീറ്ററാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ചിമ്മിനി ഡാമിലേക്ക് ഒന്ന് പോയി നോക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഹൈലൈറ്റ് മാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്നും ചിമ്മിനി ഡാമിലേക്ക് എങ്ങനെ പോകാമെന്നുള്ളതാണ് കേട്ടോ. എന്നാലും നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് പോയാലോ, ബാ. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സുവോളജിക്കൽ പാർക്കിൽ വന്നിട്ട് ചിമ്മിനി ഡാമിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു വഴി യൂസ് ചെയ്താൽ മതി. ഇവിടെ മൃഗശാലയുടെ അവിടെ നിന്നും ലെഫ്റ്റ് വഴി, അതായത് കുരിശുമൂല സെൻറ്ററിൽ നിന്നും ലെഫ്റ്റ് എടുക്കുക. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് റൈറ്റിലേക്ക് ഒരു വഴി കാണാൻ സാധിക്കും. ആ റൈറ്റ് വഴി കേരള പഴനിക്കുള്ളതാണ്, ലെഫ്റ്റ് വഴി മാന്നാമംഗലം മരോട്ടിച്ചാൽ, അതായത് നമ്മുടെ ചിമ്മിനി ഡാമിലേക്കുള്ള വഴി. അപ്പോൾ നമുക്ക് അതിലേക്കാണ് പോകേണ്ടത്. കുറച്ച് മുമ്പ് വെട്ടുകാട് സെൻറ്റർ എന്ന് പറഞ്ഞ സെൻറ്ററിലേക്ക് നമ്മൾ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ ഒരു ഹോട്ടലൊക്കെ കാണാം. ആ ഹോട്ടൽ കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് കയറണമായിരിക്കും എളുപ്പം. നേരെ പോയാലും നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കും, ആ വഴിക്ക് നമുക്ക് എത്തും. പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നി. നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് കയറി നല്ല അടിപൊളി ഹൈ റേഞ്ച് ഏരിയ പോലത്തെ വഴിയാണ്, വളവും തിരിവുള്ള ചെറിയ റോഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ ജംഗ്ഷനിലേക്ക് എത്തി, അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യണം. അവിടുന്ന് നേരെ ലെഫ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കും. മാന്നാമംഗലം മരോട്ടിച്ചാൽ അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യുക, അവിടുന്ന് നേരെ അങ്ങോട്ട് വച്ച് പിടിക്കുക. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തും. അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താൽ നേരെ ചിമ്മിനി ഡാമിലേക്ക് പോകാട്ടോ. അപ്പോൾ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. വരന്തരപ്പള്ളി ചിമ്മിനി ഡാം. അപ്പോൾ നമ്മൾ വരന്തരപ്പള്ളി പഞ്ചായത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കൂളിൻ്റെ അവിടെ ഒരു ബോർഡ് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വരന്തരപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്താൻ സാധിക്കും. ആ സ്കൂളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. അപ്പം നമ്മൾ പുലിക്കണി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകും. അതെല്ലാവർക്കും അറിയാവുന്ന ആണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു എന്നാണെങ്കിൽ പറയാം. ഇനി അടിപൊളി റോഡാണ് കേട്ടോ. രണ്ട് സൈഡും റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിട്ട് വന്നവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്നുള്ള ആ വഴി വരുമ്പോൾ ഇതായിരിക്കും എളുപ്പം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഹാരിസൺ മലയാളത്തിൻ്റെ തോട്ടമാണ് കേട്ടോ, റബ്ബർ തോട്ടം. ഇനി ഡാം എത്തുന്ന വരെ റബ്ബർ തോട്ടം തന്നെയായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ആനയെ കാണാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആന കിടക്കുന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു ചെറിയൊരു ജംഗ്ഷനിൽ എത്തിച്ചേരണം. അവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ആ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു 8 കിലോമീറ്ററോളം, എനിക്കൊന്ന് 7-8 കിലോമീറ്ററോളം നമ്മളിങ്ങനെ ഇനി പോകണം. പക്ഷേ അടിപൊളി റോഡാണ്, വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റും. ഇതാ നമ്മുടെ ബസ് ബ്രോ നമുക്ക് ലൈറ്റ് ഇട്ട് കാണിച്ചു തന്നുണ്ട്. അതെന്തായാലും ഈ യാത്ര സഫലമായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബൈക്കിലായ കാരണം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആയി തുടങ്ങി. നമ്മുടെ നാട്ടിൽ നിന്നും പെട്ടെന്ന് നമ്മൾ കാട്ടിലേക്ക് മാറിയപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത് ഇത്രയും വലിയൊരു കാട് കിടന്നിട്ട് നമ്മൾ വന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ വരുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചെക്ക് പോസ്റ്റിൽ അവിടെ വീഡിയോ എടുത്തിട്ടില്ല. ചെക്ക് പോസ്റ്റിൽ കയറി ഒരാൾക്ക് 40 രൂപയാണ് വരുന്നത്, രണ്ടാൾക്ക് 80, വണ്ടിക്ക് ബൈക്കിന് 10 രൂപ കേട്ടോ. അങ്ങനെ 90 രൂപ അവിടെ അടച്ചതിന് ശേഷം വണ്ടി വിട്ടത്. ഇനി നമ്മൾ ഫുള്ള് ഫോറസ്റ്റിനുള്ളിൽ കൂടെയാണ് കിടക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം ചിമ്മിനി ഡാമിലെത്തി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്ന് കണ്ടു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഒരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ ചിമ്മിനി ഡാം സന്ദർശിക്കാൻ പോകുന്ന ഒരു പൊക്കോട്ടം, നല്ല ക്ലൈമറ്റാണ്, വെറുതെ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ചിമ്മിനി ഡാമിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അടിപൊളി സംഭവമാണ് നമ്മുടെ കൊട്ടവഞ്ചി കേട്ടോ. കൊട്ടവഞ്ചിയിൽ 4 ആൾക്ക് 400 രൂപയാണ്. 2 ആൾ പോയാലും 400 രൂപ തന്നെയാണ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 ആൾ പോകണമെങ്കിൽ വേറെ 2 ടീമുമായിട്ട് സംസാരിച്ചിട്ട് കയറാവുന്നതായിരിക്കും. അല്ലെങ്കിൽ മൊത്തത്തിൽ 400 രൂപയാണ് അവർ വാങ്ങുന്നത്. അങ്ങ് അറ്റം വരെ പോയിട്ട് തിരിച്ച് വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വരുന്ന സമയത്ത് നിങ്ങളെ ഒന്ന് കറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് കറക്കാനും അവിടെ സാധിക്കും കേട്ടോ. അവർ കറക്കി തരും കൊട്ടവഞ്ചി കേട്ടോ. അത് കൊട്ടവഞ്ചിയിൽ തിരിച്ചു വരുമ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ആ കൊട്ടവഞ്ചി ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി തരുന്നുണ്ട്. എന്തായാലും നല്ല രസമായിരുന്നു, എല്ലാവരും പേടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിടുന്ന് വന്നപ്പോൾ കുറേ കടകൾ നമുക്ക് കാണാം. നമ്മൾ ആ പുഴയുടെ സൈഡിൽ, ആ ചെറിയ പുഴയില്ലേ, ആ പുഴയുടെ സൈഡിൽ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തി. ചായയും ബജിയും അതുപോലെ തന്നെ ഉപ്പിലിട്ടൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ എന്തൊരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകളിലാണ് നമുക്ക് ഓരോരോ ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും കുറേ നാളതിന് ശേഷം ഇങ്ങനെ യാത്ര ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഇത്രയും കാട്ടിനുള്ളിൽ കൂടെ വന്നതിൽ. അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനയെ കാണാൻ പറ്റിയ ഒരു 6 ആന ഉണ്ടായിരുന്നു. അതിൽ 2-3 കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ റബ്ബർ തോട്ടത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ
നാട്ടുകാർ അതിനെ ഓടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇന്ന് സക്സസ് ആയെന്നുള്ള തെളിവും കൂടിയാണ് ഈ ഒരു ആനക്കൂട്ടം വന്നിറങ്ങിയത് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ ആന ഇങ്ങനെ കൂട്ടത്തോട് നിൽക്കണം, അത് കുട്ടിയാനയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതും വളരെ സന്തോഷം നിറഞ്ഞ ഒരു യാത്ര തന്നെയായിരുന്നു ഈ ഒരു ചിമ്മിനി ഡാമിൻ്റെ യാത്ര കേട്ടോ. അപ്പോൾ നമ്മളെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇത് സന്തോഷം നിറഞ്ഞ യാത്രയായിരുന്നു എന്നാണെങ്കിൽ നമുക്കിത് പറയാൻ സാധിക്കും. കാരണം അവരൊക്കെ ഇതൊന്നാമതൊരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു വിഷ്വൽ കിട്ടി, ആനയെ കാണാൻ പറ്റി, ആനക്കൂട്ടത്തെ കാണാൻ പറ്റി. ഇതായിരിക്കുന്ന ചേട്ടനാണ് ഇനി ഓടിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതെന്തോ ഒരു മറ്റേ മരുന്ന് വെച്ചിട്ട് അത് ഓടിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആന ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇവരെന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആന നോക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇതാ കുട്ടിയാനും പോകണുണ്ട്, എന്ത് രസമാണെന്ന് നോക്കി. നമ്മുടെ തൊട്ടടുത്ത് കാട്ടാനകൾ അങ്ങനെ നടന്ന് പോകണം. തൊട്ടടുത്തെന്ന് പറയാൻ പറ്റില്ല, നല്ല ദൂരമുണ്ട്. എന്നാലും നമുക്ക് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിനെ ഓടിക്കാനുള്ള പരിപാടികളാണ് ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ വെള്ളമൊക്കെ കുടിച്ച് നേരെ കാട്ടിലേക്ക് കയറിപ്പോയിട്ടോ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ചിമ്മിനി യാത്രകൾ നടത്താം. നിങ്ങൾ ചിമ്മിനിക്ക് വരണമെങ്കിൽ ഇപ്പം തന്നെ വന്നു, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.